സുഹൃത്തുക്കളെ ഒരുപാട് വൈകിയാണ് ഈ ഒരു അപ്ഡേഷൻ വീഡിയോ വന്നിട്ട്. കാരണം വെച്ചാൽ തൃപ്രയാർ ടു വാടാനപ്പള്ളി ഒരുപാട് പേര് നമ്മളെടുത്ത് മെസ്സേജ് അയച്ചും പേഴ്സണിലേക്ക് ചോദിച്ചിരുന്നതാണ് അപ്ഡേഷൻ വീഡിയോ വരുന്നില്ലേന്ന്. ആകാശത്തേക്ക് നിങ്ങൾ നോക്കിയില്ല, കാറ്റ് കണ്ടില്ലേ? വളരെ പ്രയാസകരമാണ് ഈ ഒരു സമയത്തൊക്കെ ഡ്രോൺ പറത്താൻ, പ്രത്യേകിച്ച് ഈ ഒരു ഭാഗത്ത് ഭയങ്കര കാറ്റുണ്ട. അങ്ങനെ ഫൈനലി ഞാൻ 2 ദിവസം പിടിച്ചിട്ടാണ് ഈ ഒരു വിഷ്വൽ വന്ന് 2 ടൈമായിട്ട് പകർത്തിയത്. തൃപ്രയാർ അണ്ടർപാസിൻ്റെ ആ ഒരു ഭാഗത്താണ് സൈഡിലെ റീറ്റൈനിങ് വാളൊക്കെ പൊന്തി ടാറിങ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ അണ്ടർപാസിനോട് മുട്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഭാഗത്തെ വർക്കുകളും കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് കഴിയും. ഇപ്പം ഞാൻ നമ്മുടെ വടക്ക് നിന്ന് തെക്കോട്ട്, കാരണം വെച്ചാൽ തൃപ്രയാറിൽ നിന്ന് കൊടുങ്ങല്ലൂർ ഭാഗത്തോട്ടുള്ള വിഷ്വലിൻ്റെ രീതിയിലാണ് ഇപ്പോൾ ക്യാമറ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. തിരിച്ച് നമ്മളിങ്ങി മലപ്പുറം ആ ഒരു ഭാഗത്തോട്ടാണ് പോകുന്നത് വെച്ചാൽ വാടാനപ്പള്ളി ഭാഗത്തോട്ട് അമ്പലത്തിൻ്റെ അവിടെ നിന്ന് വരുന്ന ആ ഒരു വഴിയാണ് കാണുന്നത് കേട്ടോ. ഇപ്പം ഞാൻ കിഴക്ക് വശത്തോട്ടാണ് കാഴ്ച നിർത്തിയത്. ഇത് നമ്മുടെ റൈറ്റ് സൈഡ് കൊടുങ്ങല്ലൂർ ഭാഗം തൃപ്രയാർ വൈമാളിൻ്റെ ആ ഭാഗത്തുള്ള ചെറിയ അണ്ടർപാസ്, ആ ഒരു ഭാഗം ഇപ്പോൾ എന്തായാലും പിടിക്കാനൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ പഴയ ഹൈവേയിൽ നിന്ന് നമ്മുടെ തൃപ്രയാർ അണ്ടർപാസ് അമ്പലത്തിൻ്റെ അവിടേക്ക് പോകുന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം നമ്മളിതേ വാടാനപ്പള്ളി ഭാഗത്തോട്ടായിട്ടുണ്ട് നമ്മുടെ ക്യാമറ. അപ്പോൾ റൈറ്റിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ തെങ്ങിൻ്റെ ആട്ടം കണ്ടാൽ തന്നെ മനസ്സിലാവും. അതേപോലെ തന്നെ ഡ്രോൺ മാക്സിമം അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ പറത്തിയിട്ടുള്ളത്. ചെറിയ വെട്ടലും ഷെയ്ക്കിങ്ങുകളും ഉണ്ട് കേട്ടോ. കാരണം വെച്ചാൽ നിങ്ങൾക്കറിയാം, നമ്മുടെ വീഡിയോയിൽ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഡ്രോണിന് താങ്ങാൻ പറ്റുന്നതിലും അപ്പുറത്തെ കാറ്റാണ് ഈ ഒരു ഭാഗത്തിട്ടാ. ശരിക്കും പൊടി അടക്കം കറങ്ങി വരുന്നൊരു കാറ്റ്. അപ്പോൾ ഇതേ നോക്കിയേ, നമ്മുടെ അണ്ടർപാസ് ഇറങ്ങിയിട്ട് ഈ ഒരു ഭാഗത്തെ ടാറിങ് വർക്കുകൾ, സർവീസ് റോഡിൻ്റെ വർക്കുകളൊക്കെ ഇങ്ങനെയല്ലേ കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ടല്ലേ. അപ്പോൾ നമുക്കിനി കുറച്ചുകൂടി ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകൾ മാത്രമേ ഈ ഒരു ഭാഗത്ത് പെൻഡിങ് ഉള്ളൂ. അതേപോലെ ഈ ഒരു ഭാഗത്തൊക്കെ കുറേ വർക്കുകൾ ഓൾറെഡി കഴിഞ്ഞ് കിടന്നിരുന്നതാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ ഒരുപാട് റീറ്റെയിൻ വാളിൻ്റെ ശേഖരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തുകൊണ്ട് പോയി റോഡൊക്കെ ഒന്ന് മേനാക്കി ഭാഗികമായിട്ടുള്ള ക്രാഷ് ബാരിയറിൻ്റെ വർക്ക് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ റോഡും നമുക്ക് തുറന്ന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ തൃപ്രയാർത്ത പഴയ ബസ് സ്റ്റാൻഡ് പൊളിച്ചൂട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുതിയൊരു ബസ് സ്റ്റാൻഡിൻ്റെ പണിക്ക് വേണ്ടിയുള്ള പരിപാടികളൊക്കെയാണ്. പഴയ ഹൈവേ നമ്മുടെ പുതിയ NH-66 തമ്മിൽ കൂട്ടിമുട്ടുന്ന ഒരു മനോഹരമായ ദൃശ്യം നമ്മുടെ മുൻപത്തെ വീഡിയോയിലുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഞാൻ ആദ്യം ചുറ്റിപ്പിടിച്ചൊന്നും കാണിക്കുന്നില്ല. നമ്മുടെ വീഡിയോ വിഷ്വൽസ് മുന്നോട്ട് പോകണം. മാക്സിമം നമുക്ക് ബാറ്ററി ചാർജ് ഭയങ്കരമായിട്ട്, അതുപോലെ തന്നെ സ്പീഡും വളരെ കുറവാണ് കേട്ടോ നമ്മുടെ ഈ ഡ്രോൺ പറക്കുന്നത്. നമ്മൾ തിരിച്ച് കൊടുങ്ങല്ലൂർ ഭാഗത്ത് വെച്ചാൽ തൃപ്രയാറിൻ്റെ ഭാഗത്ത് നിന്ന് കൊടുങ്ങല്ലൂർ ഭാഗത്തോട്ടാണ് നോക്കി കാണുന്നത്. പഴയ ഹൈവേ എന്ന് വരുന്നതും ഒക്കെയാണ് കണ്ടത് കേട്ടോ. ഇപ്പം നമ്മളെ കോട്ടമില്ല്, യൂസഫ് ഭായിയുടെ കോട്ടമില്ലിൻ്റെ ആ ഭാഗത്താണ് മുന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഈ ഒരു അപ്ഡേഷൻ ഉണ്ടായില്ല. ടോൾ പ്ലാസറ ഒരു സൈഡിലെ പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു വർക്ക് കഴിയുമ്പോൾ ഇപ്പുറത്തെ സൈഡിലെ ഗതാഗതം ഇതാക്കിക്കൊണ്ട് ഈ ഒരു വഴിയിലൂടെ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഹെലിപാഡ്, നമ്മുടെ കോട്ടമില്ലിൻ്റെ ആ ഭാഗങ്ങളൊക്കെ കാണാം. ഇപ്പോഴും ഞാൻ തിരിച്ച് ബാക്കോട്ട് തന്നെയാണ് തൃപ്രയാർ ഭാഗത്തോട്ടാണ് നോക്കുന്നത്. നമ്മളിപ്പോൾ തൃപ്രയാറിന്ന് തളിക്കുളം വാടാനപ്പള്ളി ആ റേഞ്ചിലോട്ട് നമുക്ക് മാക്സിമം എന്തോരം എത്തിക്കാൻ പറ്റും അത്രയും വിഷ്വൽ നമുക്ക് എത്തിക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ റൈറ്റ് സൈഡിലെ സർവീസ് റോഡിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. സെൻറ്ററിൽ ഇതേ മണ്ണൊക്കെ മാന്തി രണ്ടാമത് അടിച്ച് നിരത്തി സെറ്റാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ തന്നെ ഇവിടുത്തെ വിഷ്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വർക്ക് എന്തായാലും അത്യാവശ്യം നല്ല സ്പീഡിൽ ശിവാലയ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ ഈ ഒരു ഏരിയയിലൊക്കെ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞതിൽ കുറച്ച് മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരുപാട് പേര് ചൂണ്ടിക്കാട്ടി, ഒരുപാട് പേര് പരിഹസിച്ചു. ചെറിയ മിസ്റ്റേക്കാണ്, സ്റ്റോപ്പിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞതിലാണ് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു പോക്ക് നമ്മുടെ പഴയ ഹൈവേയും അല്ലേ നമ്മുടെ പുതിയ NH-66 തമ്മിൽ സംയുക്തമായാണ് ഇവിടെ നിന്ന് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗതാഗതം 2 സൈഡിലുണ്ട്. റൈറ്റിലേക്ക് കുറച്ച് റീറ്റൈനിങ് വാളുകളും പരിപാടികളൊക്കെ ആയിട്ട് അവിടെ സ്റ്റോക്കായി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങി പോകുന്ന വഴിയിലേ നമ്മുടെ ഹൈസ്കൂൾ ആ സ്റ്റോപ്പിൻ്റെയൊക്കെ ആ ഭാഗം നമുക്ക് ഓർമ്മയില്ല, റൈറ്റ് സൈഡ് വലിയ ഗ്രൗണ്ടും സ്കൂളൊക്കെ ആയിട്ടുള്ളത് ആ ഒരു ഭാഗം തുടങ്ങിയാണ് വീണ്ടും ഡീവിയേഷൻ സംഭവിക്കുന്നുണ്ട്. പഴയ ഹൈവേ ലെഫ്റ്റിലോട്ടും പുതിയ ഹൈവേ റൈറ്റിലോട്ടും പോകുന്നത്. അപ്പോൾ ആ ഒരു ഭാഗത്തോട്ട് പോകാം. അപ്പോൾ ഈ ഒരു ഭാഗത്തെ വർക്കുകളും വളരെ സ്പീഡിലായിട്ടാണ് കേട്ടോ. മുൻപ് റാമ്പിൻ്റെ വർക്കൊക്കെ ഭയങ്കര സ്ലോ ആയിരുന്നു. ഇപ്പം നോക്കിയാൽ ഈ ഒരു ഭാഗം വരെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു ലെയർ കൂടെ വരാനുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് മെർജ് പോയിൻ്റ് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും കറക്റ്റായിട്ടൊരു ഐഡിയ ഇല്ല. എന്തായാലും ടോളിൻ്റെ ആ ഒരു ഇപ്പുറത്തെ സൈഡിലെ വർക്ക് കൂടെ കഴിയുമ്പോൾ നമുക്ക് പൂർണ്ണമായിട്ടൊരു ഐഡിയ കിട്ടുള്ളൂ. വെറുതെ കിടന്നിങ്ങനെ പറഞ്ഞിട്ട് കാര്യമല്ലോ. അപ്പോൾ അതാ നമ്മുടെ അണ്ടർപാസിൻ്റെ ആ ഒരു ഭാഗത്തോട്ട് നമ്മുടെ വിഷ്വൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്ന തളിക്കുളം ആ ഒരു ഭാഗത്താണ് കേട്ടോ. തളിക്കുളം ലെഫ്റ്റിലോട്ട് നമ്മുടെ സ്നേഹതീരം ആ ഒരു റേഞ്ചിലോട്ടൊക്കെ പോകാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. ഇവിടെ നിന്നും നമ്മുടെ റോഡിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നോക്കിയാൽ മുകളിൽ അണ്ടർപാസിൻ്റെ നമ്മുടെ ഗർഡറിൻ്റെ ടോപ്പിലൊക്കെ അടിയിൽ ബോട്ടം ഭാഗമൊക്കെ പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. പില്ലറുകളൊക്കെ പുട്ടിട്ട് വൃത്തിയാക്കി നിർത്തിയിട്ടുണ്ട്. റീറ്റൈനിങ് വള്ളമൊക്കെ മനോഹരമായി പൊന്തി വരുന്നുണ്ടല്ലേ. അത്യാവശ്യം നല്ല സ്പീഡിൽ മെറ്റീരിയലൊക്കെ ഇപ്പോൾ കിട്ടി തുടങ്ങിയിട്ടുണ്ടെന്നാണ് നമ്മുടെ ആളുകൾ പറയണത് കേട്ടോ. കാരണം വെച്ചാൽ നമ്മുടെ പത്രത്തിൽ വാർത്തകളുണ്ട്, സ്പീഡാണ് അതാണെന്നുണ്ട്. പക്ഷേ നമ്മൾ ഇവരായിട്ട് സംസാരിക്കുമ്പോൾ വീഡിയോ എടുക്കാൻ ചെല്ലുന്ന സമയത്ത് ഇവർ നമ്മളോട് സംസാരിക്കാറുണ്ട്. അപ്പോൾ മെറ്റീരിയൽ കാര്യങ്ങളൊക്കെ ഇവരും പറയാറുണ്ട്
നമ്മുടെ ഈ ചെമ്മണ്ണ് സംഭവങ്ങളൊക്കെ കിട്ടാൻ കുറച്ച് പ്രയാസം. നോക്കിയേ, ഇതാണ് നമ്മുടെ വീഡിയോയിൽ ഇന്ന് പറ്റിയത് കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാറ്റെന്ന് പറഞ്ഞാലേ ഒരു ചുഴലി പോലെയാണ് വരുന്നത് കണ്ടോ നമ്മുടെ ഡ്രോണ്. ഞാൻ ഈ വിഷ്വൽ കട്ട് ചെയ്യാന്ന് വെച്ചത്, പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. കാരണം വെച്ചാൽ ഈ ഭാഗത്തു നിന്ന് ഞാൻ ഇപ്പോൾ ഏകദേശം 25% അടുത്ത് ചാർജ് ഉണ്ട്. ഞാൻ ഇറക്കാൻ വേണ്ടി വന്നതാണ്, പക്ഷേ സംഭവം തീർക്കണ്ട ഇങ്ങോട്ട് തന്നെ പോയിക്കൊണ്ട് റോഡിൻ്റെ അവിടെ നിന്ന് റൈറ്റിലോട്ട് പോയി ആളിങ്ങനെ ഫ്ലിപ്പ് ചെയ്തുകൊണ്ടിരിക്കേണ്ട. തിരിച്ച് ഞാനിങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി നോക്കിയിട്ട് ആൾ ഒരു രക്ഷയില്ല. സത്യത്തിൽ ഞാൻ അങ്ങോട്ട് പോകേണ്ട വരുന്ന വെച്ചാൽ ഒരു വീടിൻ്റെ റൂഫിൻ്റെ മുകളിലോട്ടായിട്ടാണ് ഇങ്ങനെ പോയിരുന്നത്. ഫൈനലി ഞാൻ റീച്ച് ചെയ്തിട്ടാ. നമ്മൾ മാത്രമല്ല, നമ്മുടെ ഡ്രോൺ പോണ കണ്ടിട്ട് ഒരുപാട് പേര് നോക്കുന്ന കലയെ കൈവച്ചിരിക്കുന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മുടെ തളിക്കുളം ആ ഒരു ഭാഗത്തെ റീറ്റെയിനിങ് വാളിൻ്റെ പരിപാടികളൊക്കെയാണ് കാണുന്നത്. നമ്മുടെ ഹൈസ്കൂള് ആ ഒരു ഭാഗത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ നല്ല ഹൈറ്റിലാണ്, നമ്മൾ ആകാശത്ത് നിന്ന് കാണുന്ന പോലെയല്ല, അത്യാവശ്യം നല്ല ഹൈറ്റിൽ നോക്കിയ റീറ്റെയിനിങ് വാളൊക്കെ കെട്ടി കൽപ്പൊടിയൊക്കെ ഫില്ല് ചെയ്ത് സെറ്റാക്കി വരുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ റീറ്റെയിനിങ് വാളിനോട് ചേർന്നിട്ട് നമ്മുടെ ഒരു ഷീറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഷീറ്റ് സാധാ ഷീറ്റല്ല, അതിനൊരു പ്രത്യേകത ഉണ്ട്. അപ്പോൾ അതൊക്കെ പറയാം നമുക്ക്. അപ്പോൾ അതേ നമ്മൾ നമ്മുടെ അണ്ടർപാസ് നല്ല പെയിൻ്റൊക്കെ അടിച്ച് സെറ്റാക്കി അല്ലേ, തിളങ്ങണല്ലേ ഇടന്ന്. അപ്പോൾ നമ്മുടെ ഹൈസ്കൂളിൻ്റെ അടുത്ത് അണ്ടർപാസിൻ്റെ അടിയിലാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തെ കാഴ്ചകളൊക്കെയാണ്. വൺ സൈഡ് ഗുരുവായൂർക്ക് പോകുന്നവർക്ക് ലെഫ്റ്റിൽ അണ്ടർപാസിൻ്റെ അടിയിലൂടെയും അങ്ങനെയൊക്കെ രണ്ട് രീതിയിലും വണ്ടി പോകട്ടെ. അത്യാവശ്യം തിരക്കില്ലാത്ത രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം 3 വഴിയുണ്ട് ഇപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് കേട്ടോ. അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റിൽ നല്ല രീതിയിലൊക്കെ പോകാൻ വേണ്ടി വന്നാലും വലിയ വണ്ടികളൊക്കെ വരുന്ന സമയത്ത് അണ്ടർപാസിൻ്റെ അടിയിൽ ചെറിയൊരു ഡീവിയേഷൻ ചെയ്യാനൊക്കെ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. നമ്മളിതാ മുന്നോട്ട് പോവുകയാണ്, നമ്മുടെ വാടാനപ്പള്ളി ലക്ഷ്യമാക്കി പോകണം. ഇപ്പോൾ ഈ പോകുന്ന വഴി 2 അണ്ടർപാസും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അധികം ദൂരം ഞാൻ ഈ വഴി പറത്തുന്നില്ല. ഏകദേശം കുറച്ച് ദൂരം വിട്ടിട്ട് ബാക്കി നമുക്ക് വലിക്കാം. കാരണം വെച്ചാൽ നോക്കിയാൽ നല്ല പൊടിയാണ്. മെയിനായിട്ട് ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ആളുകളെ സമ്മതിക്കണം കേട്ടോ. ഞാൻ മുന്നോട്ട് പോകുമ്പോൾ വിഷ്വൽ കാണിച്ചു തരാം. ഈ ഒരു ഹൈസ്കൂളിൻ്റെ ഭാഗം തുടങ്ങി വാടാനപ്പള്ളി വരെ വെച്ചാൽ നമ്മുടെ ഈ റോഡ് പോകുന്നത് ഉള്ളിലൂടെയാണ്, ഗ്രാമത്തിൻ്റെ ഉള്ളിലൂടെയാണെന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു ഭാഗത്തുള്ളൊരവസ്ഥ എന്ന് പറഞ്ഞാൽ രക്ഷയില്ല. നമ്മൾ തന്നെ പോകുന്ന സമയത്ത് ചുഴലി പോലെയാണ് ചില സമയത്ത് കാറ്റ് വരുന്നത് കേട്ടോ. ഈ ഒരു ഭാഗത്തൊക്കെ നിൽക്കുമ്പോഴേ സത്യത്തിൽ ഈ ഒരു ഭാഗത്തൊക്കെ ആകെ പൊടി അടിച്ച് നമ്മ തന്നെ നശിച്ചു പോകും. എത്ര മാസ്ക് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ കൂടെ കയറും. അതിന് നൈസ് പൊടി. അതേപോലെ തന്നെ റോഡിലൂടെ പോയിട്ട് നമ്മൾ വണ്ടി നിർത്തി എവിടെയെങ്കിലും ഇങ്ങനെ കാല് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സിനിമ സ്റ്റൈലിൽ പറക്കുന്ന പോലെയാണ് പൊടി. അതിൻ്റെ ആംബിയൻസ് ഉണ്ടാ. അപ്പോൾ ഈ ഒരു ഭാഗമൊക്കെ നോക്കി നമ്മുടെ കനോലി കനാലിൻ്റെ ഭാഗമൊക്കെ കാണാം അല്ലേ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് റീറ്റെയിൻ വാളുകളൊക്കെ കൊണ്ടുവന്ന് അടക്കി ഒതുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയൊരു ഭാഗത്ത് നമ്മൾ മുന്നോട്ട് പോയാൽ എന്താ പറയുക, പുലമ്പുഴക്കടവ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു അണ്ടർപാസ്, പുതിയൊരു സ്ഥലം ഫേമസ് ആവേണ്ട. അപ്പോൾ ഈ ഒരു ഭാഗം നോക്കി ഈ ഭാഗത്ത് വർക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. 2 സൈഡിലും മുൻപ് സർവീസ് കൊണ്ട് ആ ഒരു ഭാഗമൊക്കെ ഇങ്ങനെ നീറ്റാക്കി ഇട്ടിരുന്നതാണ്. ഇപ്പോൾ ഈ ഒരു ഭാഗമൊക്കെ അത് കിളച്ച് മറച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ. റീറ്റെയിൻ വാളൊക്കെ കെട്ടി വരുന്നു, ഡ്രൈനേജ് ക്രോസ് ആയിട്ട് പോകുന്നു. ഈ ഒരു ആംബിയൻസ് നോക്കിയാൽ നല്ല രസമുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ ടോറസ് പോകാനുള്ള വീൽ സൈസിൽ മാത്രമാണ് ഈ ഒരു ഭാഗം സെറ്റ് ചെയ്തിട്ടാ. അതിൻ്റെ മുകളിൽ കൂടെ വണ്ടി പോകുന്നൊരു വിഷ്വലുണ്ട് കേട്ടോ. നോക്കിക്കോട്ടെ, ആ 2 വണ്ടി ഇപ്പോൾ കയറാൻ വേണ്ടി നിൽക്കുകയാണ്. പക്ഷേ തൊട്ടിപ്പുറത്തെ സൈഡിൽ നിന്നൊരു വണ്ടി വരാൻ വേണ്ടി ഉള്ള വെയിറ്റിങ്ങിലാണ്. അപ്പോൾ അതേ അവൻ വരണുണ്ട്. അപ്പോൾ ആ വണ്ടി വന്നിട്ട് വേണം ഈ വണ്ടി പോകാൻ കേട്ടോ. സത്യത്തിൽ നല്ല സ്ട്രോങ് ആക്കി കൽപ്പൊടി അടിച്ച് സെറ്റാക്കി നിർത്തിയേക്കാൻ കേട്ടോ. ഈ ഒരു ഭാഗം നോക്കിയാൽ ശരിക്കും ചെമ്മണ്ണിൻ്റെ കളർ പിടിച്ചല്ലേ, തെങ്ങിനും ചെടികൾക്കും എല്ലാനും. അവൻ പോണ പോക്കിയൊക്കെ ലോഡും വേണ്ട പോണത്. ആ ഒരു ഇത് കയറി അങ്ങോട്ട് പോവുകയാണ്. ആയ ടോറസ് പോയപ്പോൾ പൊടി കണ്ട അത് ഇതിലൂടെ ഇത്രമാത്രം കാണുന്നുള്ളൂ. പക്ഷെ ആ ഒരു സമയത്ത് അവിടെ നിൽക്കുന്ന ഒരവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. തൊട്ടടുത്ത വീടുകളിലോട്ടൊക്കെ അടിച്ച് കയറേണ്ട കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആകെ ഷോക്കാണ്. ഞാൻ ഈ വീഡിയോ എടുത്ത് വീട്ടിൽ വന്നിട്ടേ സത്യം പറഞ്ഞാൽ കണ്ണൊക്കെ ഭയങ്കര ചൊറിച്ചിലിരുന്ന്, മൊത്തത്തിൽ മൂക്കിൽ ഫുൾ മാസ്ക് വെച്ചിട്ട് വെച്ചാൽ തലയെ കൂടി ഇടുന്ന റൈഡിങ് നമ്മുടെ മാസ്ക് വെച്ചിട്ടാണ് പോയത് കേട്ടോ. ഒരു തരത്തിലും കയറാൻ പറ്റാത്ത രീതിയിൽ. എന്നിട്ട് പോലും മൂക്കിൽ അത്രയും പൊടിയിരുന്നിട്ടാ. വണ്ടികൾ നേരെ പോകണമെങ്കിലേ. അപ്പോൾ എന്താ നല്ല ഭംഗിയായിട്ട് ഇതൊക്കെ നോക്കി നിൽക്കാം. സത്യത്തിൽ ഒരുപാട് പേര് പ്രായ ആൾക്കാരൊക്കെ വന്ന് ഈ വർക്കിൻ്റെ ഭാഗങ്ങളൊക്കെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഈ വൈബ്രേറ്റർ മെഷീൻ കിടക്കുന്നുണ്ട്. അത് സാധാ റോഡ് ഉരുട്ടില്ല, ഇവനിട്ട് അങ്ങോട്ട് ഉരുട്ടുമ്പോഴുണ്ടല്ലോ ആ ഏരിയ മൊത്തം കിടന്ന് കിടുകിടാ വിറക്കും. അവിടെ ഒരുപാട് പേര് വർക്ക് എടുക്കുന്നുണ്ട്. ഞാൻ വെച്ച് ഇവനെന്തോ കറിക്കരി ചെയ്യണമെന്നുണ്ട്. കറിക്കരിയല്ലേട്ടാ മച്ച. സത്യത്തിൽ ഒരു ഡ്രോൺ അങ്ങോട്ട് പോയതാണ്ട കാറ്റത്ത്. എനിക്കും ആ കൈയിടാന്ന്. പക്ഷേ സംഭവം രസമുള്ള സംഭവമാണ്. കാരണം വെച്ചാൽ അവനോട് അടക്ക പൊളിക്കണ്ട. കാരണം സമീപത്തുള്ള അടക്കൊക്കെ പറക്കി മച്ചാനോടെ ഒന്ന് സൈഡിലൊരു തച്ചുണ്ടാക്കിയാണ്. കുഴപ്പമില്ല, നല്ല കാര്യം നടക്കട്ടെ. അല്ല, ഒരുപാട് പറമ്പൊക്കെ ഒഴിഞ്ഞിടക്കുന്നുണ്ട്. അപ്പോൾ ഇതേ നമ്മൾ ഇപ്പോൾ ഉള്ളത് പുന്നച്ചോട് ഞാൻ പറയില്ല പൊടി മാവിൻ്റെ കളർ നോക്കി നല്ല പച്ച മാവ് വരുന്നത്. അപ്പോൾ അതിൻ്റെ കളറൊക്കെ അങ്ങോട്ട് മാറി ആകെ പൊടിമയം അല്ലേ. അപ്പോൾ അതേ ഇവിടേക്ക് റാമ്പ് സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കൂടെ വണ്ടി കയറി തുടങ്ങിയിട്ടില്ല എന്തായാലും. ഇതാണപ്പോൾ പുളിയന്തുരുത്തി അണ്ടർപാസ് കേട്ടോ. പുഴമ്പുലക്കടവ് അണ്ടർപാസ് ആണ്. അപ്പോൾ പുലമ്പുഴക്കടവ് കഴിഞ്ഞു പുളിയന്തുരുത്തി അണ്ടർപാസിൻ്റെ ഭാഗത്താണ് നമ്മളിപ്പോൾ ഉള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു ഭാഗങ്ങളൊക്കെയാണ് കാണുന്നത്. എവിടെ ആയിട്ടൊരു പണിക്കാരൻ നിൽക്കുന്നുണ്ട് എന്തായാലും അല്ലേ.
നല്ല സ്ട്രോങ് ആയിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മളിത് ഇങ്ങോട്ട് വരുമ്പോൾ ഇപ്പുറത്തൊരു ഹിറ്റാച്ചി കിടന്നത് ഇവിടെ റാമ്പ് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്തിൻ്റെ അവസ്ഥകളൊന്നും കണ്ടില്ല. അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ താമസിക്കുന്നവരുടെ കാര്യം ഒരു രക്ഷയില്ല കേട്ടോ. പിന്നെ വീടുകളൊക്കെ ഒരുവിധം ഇറങ്ങിയിട്ടാണെങ്കിൽ പോലും അത്യാവശ്യം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും വീടുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇറങ്ങിയിട്ട് തന്നെയാണ് അല്ലേ. അപ്പം ഈ ഒരു ഭാഗം കഴിഞ്ഞാൽ പിന്നെ ഒരു അടുത്ത അണ്ടർപാസ് എന്ന് പറയുന്നത് നമ്മുടെ വാടാനപ്പള്ളി ആ ഒരു ഭാഗം. അങ്ങനെ പൊടിമയത്തിൻ്റെ ഉള്ളിലൂടെ നമ്മുടെ യാത്ര അപ്പോൾ ഭാഗികമായിട്ട് പല സ്ഥലങ്ങളിൽ നനക്കണൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് അതേ ക്രാഷ് ബാരിയറും സൈഡിലുള്ള ആ ഒരു സംഭവങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് വാർത്ത് വെച്ചിട്ടുണ്ട്. അങ്ങ് ദൂരെയായിട്ട് നമ്മുടെ വാടാനപ്പള്ളി അണ്ടർപാസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. എന്തായാലും പൊടിമയം തന്നെ അല്ലേ. രണ്ട് സൈഡിലും നോക്കിയാൽ കാറ്റ് ഒരു രക്ഷയില്ല കേട്ടോ. സമ്മതിച്ച് കളഞ്ഞു. ഈ ഒരു ഇത്രയും വീട് എടുക്കാൻ വേണ്ടി ഈ ഒരു ഏരിയ എത്തിയപ്പോൾ ഭയങ്കര കാറ്റ്. സമയം ഇപ്പോൾ ഒരു 12 മണി 12 കാലം ആയിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും ഈ ഒരു ആംബിയൻസിൽ ഈ ഒരു കാറ്റ് ഒരു രക്ഷയില്ല. പൊടി ആകെ പ്രശ്നം. ആ തെങ്ങുമൊക്കെ നോക്കിയാൽ മനസ്സിലാവും നിങ്ങൾക്ക്. എന്തായാലും നല്ല പൊടിക്കാറ്റാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഈ ഒരു ഭാഗത്തും റീറ്റെയിനിങ് വാളുകളുടെ വർക്കുകൾ നടക്കുന്നുണ്ട്. നല്ല സ്ട്രോങ്ങിൽ ആ വൈബ്രേറ്റർ വെച്ചിട്ടുള്ള റോഡ് ഉരുട്ടി വെച്ചിട്ട് അടിച്ചടിച്ച് സെറ്റ് ചെയ്യാൻ കേട്ടോ. ഫുട്ബോൾ ഗ്രൗണ്ടൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇതൊക്കെ കട്ടക്കണ കിടപ്പുണ്ട്, അടിപൊളി. അത് ആ ഒരു ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ലാൻഡ്സ്കേപ്പിനെ നിലനിർത്താൻ വേണ്ടിയാണ് വെച്ചാൽ ലാൻഡ്സ്കേപ്പിൻ്റെ സ്റ്റെബിലൈസേഷനൊക്കെ നിലനിർത്താൻ വേണ്ടിയാണ്. ജിയോ ടെക്സ്റ്റൈൽ എന്തൊരു ലാൻഡ്സ്കേപ്പ് ഫാബ്രിക് എന്നൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ ഒരു ക്ലോത്തിനാട്ടാ. ആ ക്ലോത്തിന് ഒരു ചെറിയ വ്യത്യാസമുണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ വാടാനപ്പള്ളി അണ്ടർപാസിൻ്റെ അവിടെ ഉള്ള സർവീസ് റോഡാണ്, റൈറ്റ് സൈഡിലൂടെ വരുന്ന സർവീസ് റോഡാണ്. അപ്പോൾ അത് ഇതാണ് ആ മെറ്റീരിയൽ കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ശരിക്കും ശ്രദ്ധിച്ചിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിൽ നെറ്റ് പോലെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല സ്ട്രോങ് ഉള്ളൊരു മെറ്റീരിയലാണ്. ഈ ഒരു മെറ്റീരിയൽ തന്നെ ലെതർ, അതേപോലെ തന്നെ ഇത് ഗാർഡൻ വാളുകളിലൊക്കെ ഉപയോഗിക്കുന്നതും കൂടിയാണ് കേട്ടോ. പല ടൈപ്പിൽ പല കളറിൽ ഈ ഒരു മെറ്റീരിയൽ നമ്മുടെ നാട്ടിൽ അതേപോലെ തന്നെ ഓൺലൈനിലൊക്കെ ഉണ്ട് കേട്ടോ. മീറ്ററിനും ഫീറ്റിനും അതേപോലെ അടിക്കൊക്കെ അനുസരിച്ച് പല രീതിയിലാണ് റേറ്റ് വരുന്നത്. നമ്മുടെ വാടാനപ്പള്ളി അണ്ടർപാസ് ആ ഒരു ഭാഗമൊക്കെയാണ് നമ്മളിപ്പോൾ കാണുന്നത് കേട്ടോ. എന്തായാലും ഈ ഒരു ആംബിയൻസിൽ ഇങ്ങോട്ട് വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല പൊടിയുടെ പ്രശ്നം പറഞ്ഞല്ലോ. അപ്പോൾ ഒരുവിധം വീടുകൾ കുറവായതുകൊണ്ട് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. തൊട്ടടുത്തൊക്കെ വീടുന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്തെ അണ്ടർപാസിൻ്റെ വർക്കുകൾ ടോപ്പിലൊക്കെ വർക്കുകൾ അല്ലേ, എല്ലാ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അബട്ട്മെൻ്റ് അഥവാ റീറ്റെയിനിങ് വാളുകളൊക്കെ സൈഡിൽ നിന്നൊക്കെ പൊക്കി കെട്ടി കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തെ വർക്കും കൂടെ ഉഷാറായി. അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗം ശരിക്കും അല്ലേ, നമുക്ക് ഈ ഒരു റോഡിൽ കൂടെ തന്നെ ഈ ഒരു അവസ്ഥയിൽ വന്നിട്ട് വളരെ സ്പീഡിലെത്താൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും വർക്കൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എന്താ തെങ്ങും തോപ്പല്ലേ, അതിമനോഹരമായ തെങ്ങും തോപ്പ്. ആ ഒരു ഭാവവും കാര്യങ്ങളൊക്കെ കാണും. കൂടുതൽ വർണ്ണിച്ചൊന്നും കാണിക്കണില്ല കേട്ടോ നമ്മൾ 2-3 വീഡിയോ ചെയ്യണത്. അപ്പോൾ നമ്മൾ ആ പാലവും പരിസരമൊക്കെ നമ്മൾ കണ്ടതാണ്. തിരിച്ച് നമ്മൾ വാടാനപ്പള്ളി ഭാഗത്ത് നിന്ന് തൃപ്രയാറ് കൊടുങ്ങല്ലൂർ ആ ഒരു ഭാഗത്തോട്ടാണ് നമ്മുടെ ഇപ്പോൾ ക്യാമറ വെച്ചിരിക്കുന്നത് കേട്ടോ. കാരണം ചിലർ ഇങ്ങനെ പറയാറുണ്ട്, നിങ്ങളിപ്പോൾ എങ്ങനെയാണ് ചൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് വെച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവണില്ല എന്ന് പറയുന്നു. അതുകൊണ്ടാണ് ഞാനങ്ങനെ ഇടയ്ക്ക് എടുത്ത് പറയുന്നത്. പാരവാചകമായി തോന്നുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കാം കേട്ടോ. അപ്പോൾ അതേ 2 സൈഡിലും റാമ്പൊക്കെ സെറ്റ് ചെയ്ത് വരുന്നുണ്ട്. നമ്മുടെ യൂട്യൂബ് കയറി നോക്കാത്തവരുണ്ടെങ്കിൽ നമ്മുടെ FB പേജിലായ GK ബ്ലൂമിൽ തന്നെ നമ്മുടെ സെയിം വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കാണാൻ ബുദ്ധിമുട്ടുള്ളവർ യൂട്യൂബിലുള്ളവരാണെങ്കിൽ ഫേസ്ബുക്കിൽ കയറി നമ്മുടെ വീഡിയോ ജസ്റ്റ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, സി യു. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഒരു ജിങ്കാലാല.